UDF കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ സുധാകരനും ഇരിക്കൂർ MLA സജീവ് ജോസഫിനുമെതിരെ ഉണ്ടാകുന്ന ജനരോക്ഷത്തിന്റെ ഉത്തരവാദിത്തം CPIM-ന്റെ മേൽ കെട്ടിവെക്കണ്ടെന്ന് CPIM ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. കണ്ണൂർ MPയും നിലവിലെ സ്ഥാനാർത്ഥിയുമായ കെ സുധാകരനും ഇരിക്കൂർ MLA സജീവ് ജോസഫിനുമെതിരെ മലയോരത്ത് പ്രതിഷേധം ഉയരുകയാണ്. അതിന്റെ ഉദാഹരണമാണ് വടക്കയിൽ UDF പ്രവർത്തകർ തന്നെ MPയെ തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചത്. പുറത്തുവന്ന ഈ ദൃശ്യത്തിൽ ജനങ്ങളുടെ ആവശ്യവും 5 വർഷമായി MP തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്രോശവും കേൾക്കാം. വിവിധ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിനെ തുടർച്ചയാണ് UDF കൺവെൻഷന് ശേഷം നേതാക്കൾ നോക്കി നിൽക്കെ പ്രവർത്തകർ ഏറ്റുമുട്ടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ചെമ്പന്തൊട്ടി പള്ളിയിൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തി നടത്തിയ ഷോയും UDF-ന് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPIM-നെ പഴിചാരി MLA രംഗത്ത് വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിരവധിയായ പദ്ധതികളാണ് ഇരിക്കൂർ മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിരവധി പദ്ധതികളാണ് ഇരിക്കൂർ മണ്ഡലത്തിലും കണ്ണൂരിന്റെ മലയോര പ്രദേശങ്ങളിലും നടപ്പിലാക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമോ മറ്റു പരിഗണനകളോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിഗണിക്കാറില്ല. ഇരിക്കൂറിൽ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളുടെയും അവകാശം തങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ജനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസും UDF-ഉം പിടിച്ചു നിൽക്കുന്നത്. മലയോര മേഖലയിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ടെന്നും CPIM ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. സ്ഥാനാർത്ഥി കെ സുധാകരനെതിരായി മണ്ഡലത്തിലുടനീളം വലിയ പ്രതിഷേധമാണ് UDF-ന്റെ അണികളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കെ സുധാകരൻ മണ്ഡലത്തിനു വേണ്ടി ഒരു കാര്യവും ചെയ്തില്ല എന്ന കാര്യം മണ്ഡലത്തിലാകെ ചർച്ചാ വിഷയമാവുകയാണ്. MPക്ക് ലഭിക്കുന്ന വികസന ഫണ്ടിന്റെ 27% മാത്രമാണ് കെ സുധാകരൻ ചെലവഴിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ആകെ ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പകുതി ദിവസങ്ങളിലാണ് സുധാകരൻ പാർലമെന്റിൽ ഹാജരായിട്ടുള്ളത്. സുധാകരന്റെ പാർലമെന്റിലെ പെർഫോമൻസും അതുപോലെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തവുമെല്ലാം ജനങ്ങൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരനെയും ഇരിക്കൂർ MLA സജീവ് ജോസഫിനെയും കൊയ്യത്ത് വെച്ച് UDF-ന്റെ അനുയായികൾ, UDF-ന്റെ പ്രവർത്തകർ തടഞ്ഞു വയ്ക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. കൊയ്യം വളക്കൈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഫണ്ട് അനുവദിച്ചതും വർക്ക് ടെൻഡർ ചെയ്തതും അതുപോലെ ആ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ റോഡിന്റെ വികസന പ്രവർത്തനം ഉൾപ്പെടെ ഒരു കാര്യത്തിലും MPയോ അതുപോലെ UDF-ന്റെ നേതാക്കളോ ഒരു കാര്യവും ചെയ്തില്ല എന്നതായിരുന്നു UDF-ന്റെ അനുയായികളെ പ്രതിഷേധിക്കാൻ പ്രേരിപ്പിച്ചത്. ഇതിന്റെ തുടർച്ചയായി ഇപ്പോൾ മണ്ഡലത്തിലെമ്പാടും സുധാകരനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുധാകരൻ ചെമ്പന്തൊട്ടി പള്ളിയിൽ അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനാ ഹാളിലേക്ക് കടന്നു ചെല്ലുകയുണ്ടായി. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു മതസ്ഥരുടെ പ്രാർത്ഥന നടക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഏത് സ്ഥാനാർത്ഥിയും പോകാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. എന്നാൽ അവിടെ കുർബാന പൂർണ്ണമായിട്ടും അവസാനിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ TV സൗകര്യങ്ങളോടു കൂടി ആ പ്രചരണത്തിന് ഉപയോഗിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സുധാകരനും സജീവ് ജോസഫും അതുപോലെ UDF-ന്റെ നേതാക്കന്മാരും പള്ളിയിലേക്ക് കടന്നു ചെന്നത്. അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ നടപടി ഉണ്ടാക്കിയത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് UDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ദിവസം കോൺഗ്രസിന്റെ അണികൾ മാത്രമല്ല നേതാക്കന്മാർ ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്ന സ്ഥിതി ഉണ്ടായി. കോൺഗ്രസിലെ A വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ട് വേണുഗോപാലിന്റെയും സതീശന്റെയും നേതൃത്വത്തിലുള്ള 3ാം ഗ്രൂപ്പ് രാഷ്ട്രീയ നേതൃത്വത്തിൽ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായി എല്ലാ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്നും ആലോചന യോഗങ്ങളിൽ നിന്നും A വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളുമായി 3ാം ഗ്രൂപ്പും അതിന്റെ നേതാവായിട്ടുള്ള സജീവ് ജോസഫും
മുന്നോട്ട് പോകുന്നതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ എ ഗ്രൂപ്പും മൂന്നാം ഗ്രൂപ്പിൻ്റെയും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് അന്യോന്യം അടിക്കുന്ന സ്ഥിതി UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ഉദ്ഘാടനവും ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഈ സംഭവവികാസങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ UDF-നകത്ത് വമ്പിച്ച തോതിലുള്ള പ്രതിഷേധം ഈ സംഭവങ്ങളെ തുടർന്നുണ്ടാവും എന്ന് തന്നെയാണ്. വികസന കാര്യത്തിൽ ഒന്നും ചെയ്യാത്ത സുധാകരനെ ഇവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ ജാള്യത മറക്കാൻ ഈ സംഭവങ്ങളുടെ പുറകിൽ കൊയ്യത്ത് സ്വന്തം അനുയായികൾ MPയെയും MLAയും തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ച നടപടി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇത് CPM-ന്റെ തിരക്കഥയാണ് എന്ന നിലക്കാണ് സജീവ് ജോസഫും മറ്റും പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത്. ഇവിടെ ദേശാഭിമാനി മാത്രമല്ല, മറ്റ് പത്രങ്ങളെല്ലാം ഈ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇത് അങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും CPM-നില്ല. എന്നാൽ സ്വന്തം മണികൾ തങ്ങൾക്കെതിരായി തിരിയുന്ന വസ്തുത നാട്ടുകാരറിയുന്നുള്ള ജാള്യത മറച്ചുവെക്കാൻ MLA നടത്തിയ ഇത്തരം നടപടികൾ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഭൂഷണമല്ല എന്നാണ് CPM-ന് പറയാനുള്ളത്.